സർക്കാർ വക ആഗോള അയ്യപ്പ സംഗമത്തിൽ പങ്കെടുക്കുന്ന ഉദ്യോഗസ്ഥന്മാരുടെയും എക്സിക്യൂട്ടീവ് ഓഫീസർമാരുടെയും ക്ഷേത്ര ജീവനക്കാരുടെയും ചെലവ് മലബാർ ദേവസ്വം ക്ഷേത്രം ഫണ്ടിൽ നിന്ന്. ഇവരുടെ യാത്രാ, ഭക്ഷണം മുതലായ ചെലവുകളാണ് ക്ഷേത്ര ഫണ്ടിൽ നിന്ന് വഹിക്കാൻ നിർദ്ദേശമുള്ളത്. മലബാർ ദേവസ്വം കമ്മീഷണറുടെ ഉത്തരവിൻ്റെ പകർപ്പ് ജനൻ ടിവിക്ക് ലഭിച്ചു. മലബാർ ദേവസ്വം ബോർഡ് ക്ഷേത്ര ജീവനക്കാർക്ക് മാസങ്ങളായി ശമ്പളം പോലും ഇല്ലാതിരിക്കുമ്പോഴാണ് അയ്യപ്പ സംഗമത്തിൻ്റെ പേരിൽ ദേവസ്വം കമ്മീഷണറുടെ ഈ ഉത്തരവ്. വിവരങ്ങളുമായി കണ്ണൂരിൽ നിന്ന് മിഥുൻ പിള്ള ചേരുന്നു. മിഥുൻ പിള്ള, ക്ഷേത്രത്തിൽ ജോലി ചെയ്യുന്ന ജീവനക്കാർക്ക് നൽകാൻ മാസ ശമ്പളം പോലുമില്ല. ശമ്പളം മുടങ്ങിയിട്ട് മാസങ്ങളായി. അപ്പോഴാണ് മലബാർ ദേവസ്വം സർക്കാർ വക ധൂർത്തിൽ നടത്തുന്ന അയ്യപ്പ സംഗമത്തിന് പണം പിടുങ്ങുന്നത്. മിഥുൻ പിള്ള. ഉത്തരവുമായി മലബാർ ദേവസ്വം ബോർഡ് കമ്മീഷണർ രംഗത്തെത്തിയത്. അതായത് ആഗോള അയ്യപ്പ സംഗമത്തിൽ പങ്കെടുക്കുന്ന ഉദ്യോഗസ്ഥന്മാരുടെയും എക്സിക്യൂട്ടീവ് ഓഫീസർമാരുടെയും ക്ഷേത്ര ജീവനക്കാരുടെയും ചെലവ് ക്ഷേത്രം ഫണ്ടിൽ നിന്ന് നൽകണമെന്നാണ് ഈ ഉത്തരവിൽ പറയുന്നത്. ഇവരുടെ യാത്ര, ഭക്ഷണം മുതലായ ചെലവുകളാണ് ക്ഷേത്ര ഫണ്ടിൽ നിന്ന് നിർവഹിക്കാൻ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഇതുകൂടാതെ ബോർഡ് അംഗങ്ങളുടെയും ഉദ്യോഗസ്ഥരുടെയും ഏരിയ കമ്മിറ്റി അംഗങ്ങളുടെയും ചെലവ് ബോർഡിന്റെ തനത് ഫണ്ടിൽ നിന്ന് ഈടാക്കാനും തീരുമാനം വന്നിട്ടുണ്ട്. ഇത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. അതായത് മലബാർ ദേവസ്വം ബോർഡിന് കീഴിലുള്ള ക്ഷേത്രങ്ങളിൽ ആയിരക്കണക്കിന് ജീവനക്കാർ മാസങ്ങളായി ശമ്പളമോ മറ്റ് ആനുകൂല്യമോ ഇല്ലാതെ കടന്നു പോകുന്നൊരു സാഹചര്യമുണ്ട്. പലപ്പോഴും സമരവും തുടർ സമരങ്ങളും ഒക്കെയായി ഇവർ മുന്നോട്ട് പോകുന്നുണ്ട്. ഏതാനും നാളുകൾക്ക് മുമ്പ് മലബാർ ദേവസ്വം ബോർഡിന്റെ കോഴിക്കോട്ടെ ഓഫീസിന് മുന്നിൽ ഇത്തരത്തിൽ സംയുക്ത തൊഴിലാളി യൂണിയൻ പ്രത്യക്ഷ സമരവുമായി രംഗത്ത് വരുന്ന ഒരു സാഹചര്യം കൂടി നമ്മൾ കണ്ടതാണ്. അത്തരമൊരു സാഹചര്യം ഒക്കെ തന്നെ നിലനിൽക്കുകയാണ് ഇത്തരത്തിലൊരു ദൂർത്തിന് മലബാർ ദേവസ്വം ബോർഡ് കൂട്ടുനിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. നമുക്കറിയാം, സംസ്ഥാന സർക്കാരുമായി നേരിട്ടൊരു ബന്ധവും ഇല്ലാത്ത തിരുവിതാംകൂർ ദേവസ്വം ബോർഡാണ് ഈ അയ്യപ്പ സംഗമത്തിന് നേതൃത്വം നൽകുന്നതൊക്കെ നേരത്തെ തന്നെ പറഞ്ഞതാണ്. ആ സംഗമത്തിന് മലബാർ ദേവസ്വം ബോർഡ് കുടപിടിക്കുന്നു, അല്ലെങ്കിൽ ക്ഷേത്രം ഫണ്ട് ദുരുപയോഗം ചെയ്യാൻ നിർദ്ദേശം നൽകുന്നു എന്നൊരു വിവരം തന്നെയാണ് ഇതിലൂടെ പുറത്തു വന്നിരിക്കുന്നത്. എന്ത് ധൈര്യത്തിലാണ് ഇത്തരത്തിൽ ക്ഷേത്രത്തിന് ഫണ്ട് എടുത്തുകൊണ്ട് ഈ മലബാർ ഈ ആളുകളുടെ ചെലവും മറ്റും നിർവഹിക്കാൻ ദേവസ്വം കമ്മീഷൻ നിർദ്ദേശം നൽകിയെന്നൊരു വിമർശനം തന്നെയാണ് ഉയർന്നു വരുന്നത്. ഒരു തരത്തിലും അംഗീകരിക്കാനാകില്ല എന്ന് തന്നെയാണ് ജീവനക്കാർ ഉൾപ്പെടെ പറയുന്നത്. കാരണം മാസങ്ങളായി ശമ്പളം ഇല്ലാത്ത ജോലി ചെയ്യുന്ന ആളുകൾക്കിടയിലേക്കാണ് ഇത്തരമൊരു ധൂർത്തുമായി മലബാർ ദേവസ്വം ബോർഡ് രംഗത്ത് വരുന്നത്. ജീവനക്കാർക്കിടയിൽ തന്നെ വലിയ വിമർശനവും പ്രതിഷേധവും ഉയരുന്നുണ്ട്. വിനോദ്.